ഹൈദരാബാദിൽ പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ആദ്യ പ്രദർശനത്തിനിടെയുണ്ടായ തിരക്കിൽ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ചിക്കപ്പള്ളി സ്വദേശി സ്റ്റേഷനിലായിരുന്നു ആദ്യം ചോദ്യം ചെയ്യൽ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും അല്ലു അർജുൻ മറുപടി നൽകിയില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്ന് 11 മണിയോട് കൂടിയാണ് അല്ലു അർജുൻ ചിക്കപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ചോദ്യം ചെയ്യലിനായി. കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അല്ലു അർജുന് നോട്ടീസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുൻ അവിടേക്ക് എത്തിയത്. അമ്മാവനടക്കമുള്ളവർക്കൊപ്പമാണ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുൻ എത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ്. 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അതിനുശേഷം 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പ്രധാനമായും സെൻട്രൽ സോൺ DCP ആണ് ഈ കേസ് അന്വേഷിക്കുന്ന. ഹൈദരാബാദ് സെൻട്രൽ സോൺ DCPയുടെ നേതൃത്വത്തിൽ ആണ് ഈ അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും പോലീസ് അല്ലു അർജുനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും അല്ലു അർജുൻ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. പ്രധാനമായും ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: തിയേറ്ററിലേക്ക് വരുന്ന കാര്യം നിങ്ങൾ ആരെയാണ് അറിയിച്ചിരുന്നത്? റോഡ് ഷോയ്ക്ക് അനുമതി വാങ്ങിയിരുന്നോ? ഈ തിയേറ്ററിലേക്ക് വന്നത് റോഡ് ഷോയാണ് അല്ലു അർജുൻ. അങ്ങനെ ആ റോഡ് ഷോ നടത്തിയപ്പോൾ അതിന് അനുമതി വാങ്ങിയിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു പോലീസ്. അനുവാദം നിഷേധിക്കപ്പെട്ടെന്ന്, അതായത് റോഡ് ഷോയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം ആരും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊക്കെ അംഗങ്ങളാണ് തിയേറ്ററിലേക്ക് വന്നത്? രേവതി മരിച്ചത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ താങ്കൾ അറിഞ്ഞിരുന്നില്ലേ എന്ന് അല്ലു അർജുനോട് ചോദിക്കുന്നുണ്ട് പോലീസ്. ACPയും CAയും നിങ്ങളെ കണ്ടു എന്നുള്ളത് ശരിയല്ലേ? എത്ര ബൗൺസർമാർ താങ്കളോടൊപ്പം വന്നു? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? അതുപോലെ തന്നെ ആരാധകരെ ആക്രമിച്ച ബൗൺസർമാരുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പോലീസ് ചോദിച്ചു. പ്രസ് മീറ്റിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ ഒരു വാർത്താ സമ്മേളനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഒരു സ്ത്രീയുടെ ഈ ആരാധികയുടെ മരണത്തെക്കുറിച്ച് താങ്കൾ എപ്പോഴാണ് അറിഞ്ഞത്? ഈ സംഭവം നടക്കുമ്പോൾ 2:45 താങ്കൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയല്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു. അതുപോലെ എന്തിനാണ് 850 മീറ്റർ റോഡ് ഷോ നടത്തിയതെന്നും ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആരാധകരുമായി സംസാരിക്കാൻ ശ്രമിച്ചതൊക്കെ എന്തിനാണ് എന്നുള്ള തരത്തിലുള്ള ഇത്രയും ചോദ്യങ്ങളാണ് പോലീസ് പ്രധാനമായും അല്ലു അർജുനോട് ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യങ്ങളോടൊന്നും അല്ലു അർജുൻ പ്രതികരിച്ചില്ല, മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ്റെ ഒരു ബൗൺസറെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു മാനേജറെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഈ ആരാധകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതാണ്. അല്ലു അർജുനെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഹൈക്കോടതി ആ കേസ് പരിഗണിച്ച് അല്ലു അർജുന് ജാമ്യം കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലും നടന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ള ചോദ്യങ്ങൾക്കൊന്നും അല്ലു അർജുന് നിലവിൽ മറുപടി ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇനി വീണ്ടും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലു അർജുനെ ഈ തിക്കിലും തിരക്കിലും പെട്ട ഈ യുവതി മരിച്ച സന്ധ്യ തിയേറ്ററിലേക്ക്, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നു. അവിടെ എത്തിച്ച് അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നുകൂടി അത് പുനരാവിഷ്കരിക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ആ തീരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.